ആരോഗ്യം അമൂല്യം. ഓഗസ്റ്റ് 1 ലോക ശ്വാസകോശ അർബുദ ദിനം. ശ്വാസകോശ അർബുദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ നെഞ്ചുരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആനന്ദ് എം. ശ്വാസകോശത്തിലെ, പ്രത്യേകിച്ച് ശ്വാസനാളികളിലെ അടിസ്ഥാന കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ശ്വാസകോശ അർബുദം അഥവാ ലങ് ക്യാൻസർ. വിട്ടുമാറാത്ത ചുമ, ചോരതുപ്പൽ, നടക്കുമ്പോഴുള്ള കിതപ്പ്, ശ്വാസമെടുക്കുമ്പോഴുള്ള കുറുകൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. പൊതുവെ ക്യാൻസർ രോഗബാധിതരിൽ കാണുന്ന മറ്റ് രോഗലക്ഷണങ്ങളായ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, തൂക്കക്കുറവ്, ഇടയ്ക്കിടെയുള്ള പനി എന്നിവയും അനുഭവപ്പെടാം. ശ്വാസകോശാർബുദത്തിൻ്റെ മുഴ സമീപത്തുള്ള അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നതനുസരിച്ച് നെഞ്ചുവേദന, അസ്ഥികളിലെ വേദന, കഴുത്തിലെ നീർക്കെട്ട്, തലവേദന, ഭക്ഷണമിറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങളും പ്രകടിപ്പിക്കാം. അസ്ഥികൾ, തലച്ചോറ്, കരൾ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളിലേക്ക് ശ്വാസകോശാർബുദം വ്യാപിക്കുന്നതനുസരിച്ച് അനുബന്ധ രോഗലക്ഷണങ്ങളും കാണപ്പെടാം. പുകവലിയാണ് ശ്വാസകോശാർബുദത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം. 85% ശ്വാസകോശാർബുദവും പുകവലി മൂലമാണ്. ഭൗമോപരിതലത്തിലുള്ള വിവിധതരം അണുവികിരണങ്ങൾ, ആസ്ബസ്റ്റോസുമായുള്ള നിരന്തര സമ്പർക്കം, അന്തരീക്ഷ മലിനീകരണം എന്നിവയാണ് മറ്റ് പ്രധാന കാരണങ്ങൾ. ഏകദേശം 8% പേരിൽ ജനിതകവും പാരമ്പര്യവുമായ ഘടകങ്ങളാണ് ശ്വാസകോശാർബുദത്തിന് കാരണമായിത്തീരുന്നത്. രോഗലക്ഷണങ്ങളുള്ളവരിൽ വിശദമായ ശരീര പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പ്രാഥമിക രോഗനിർണയം നടത്തുന്നു. വിവിധതരം രക്തപരിശോധനകൾ, നെഞ്ചിൻ്റെ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാൻ അഥവാ പെറ്റ് സ്കാൻ മുതലായ രോഗനിർണയോപാധികൾ തുടർ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു. രോഗസ്ഥിരീകരണത്തിനായി ശ്വാസനാളത്തിലൂടെയുള്ള എൻഡോസ്കോപ്പി അഥവാ ബ്രോങ്കോസ്കോപ്പി വഴിയോ അൾട്രാസൗണ്ട് സ്കാനോ CT സ്കാനോ ഉപയോഗിച്ച് അർബുദമുഴയിൽ നിന്ന് ബയോപ്സി നടത്തി ഒരു ചെറിയ കഷ്ണമെടുത്ത് പരിശോധനാ വിധേയമാക്കുന്നു. അർബുദത്തിൻ്റെ വകഭേദം, രോഗത്തിൻ്റെ ഘട്ടം, രോഗിയുടെ ആരോഗ്യസ്ഥിതി എന്നിവയനുസരിച്ച് സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്നീ ചികിത്സാ രീതികൾ രോഗശമനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ആരോഗ്യവാനായ വ്യക്തികളിൽ 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലുമുള്ള ശ്വാസകോശാർബുദത്തിന് സർജറിയാണ് പ്രധാന ചികിത്സാരീതി. മറ്റു ഘട്ടങ്ങളിൽ അർബുദത്തിൻ്റെ വകഭേദം, രോഗിയുടെ ആരോഗ്യസ്ഥിതി എന്നിവയനുസരിച്ച് വിവിധ ഡോസുകളുള്ള റേഡിയേഷനോ കീമോതെറാപ്പിയോ നൽകുന്നു. ഇമ്മ്യൂണോതെറാപ്പി മുതലായ അർബുദകോശങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നൂതന ചികിത്സാ രീതികൾ താരതമ്യേന പാർശ്വഫലരഹിതവും കൂടുതൽ ഫലപ്രദവുമാണ്. സാന്ത്വന ചികിത്സ. ശ്വാസതടസ്സമുണ്ടാകുന്ന അർബുദമുഴകളെ അവയുടെ സ്ഥാനമനുസരിച്ച് ചിലപ്പോൾ എൻഡോസ്കോപ്പി വഴി നീക്കം ചെയ്യാനും ശ്വാസക്കുഴലുകൾ വികസിപ്പിച്ചു നിർത്തുന്നതിന് വിവിധതരം സ്റ്റെൻറ്റുകൾ ഉപയോഗിക്കാനും സാധിക്കും. രോഗത്തിൻ്റെ മൂർധന്യത്തിൽ ശ്വാസതടസ്സം ലഘൂകരിക്കുന്നതിനും വേദനാസംഹാരിയായും മോർഫിൻ മുതലായ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. പുകയില നിരോധനവും പുകവലി വിമുക്ത ചികിത്സയുമാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ. പുകവലിയിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, വിവിധയിനം മരുന്നുകൾ എന്നിവ ഇന്ന് ലഭ്യമാണ്. പ്രായമായ പുകവലിക്കാരിലും അർബുദ സാധ്യതയുള്ളവരിലും നിശ്ചിത ഇടവേളകളിൽ CT സ്കാൻ പരിശോധന നടത്തുന്നത് ശ്വാസകോശാർബുദം നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും ഫലപ്രദമാണ്. ശ്വാസകോശ അർബുദം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ആനന്ദ് എം.